അയ്യാമം മഅദൂദാത്ത്. ഖുർആൻ പറയുന്നു, റമദാൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. എത്ര സത്യം! 10 ദിവസം പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇനി വരുന്ന ദിവസവും അങ്ങനെ പോകും. ഇനിയും തയ്യാറാത്തവർ ശ്രദ്ധിക്കുകയും അവസരങ്ങൾ മുതലെടുക്കുകയും വേണം. അവസാന 10 നമ്മളോട് അടുക്കുകയാണ്. എഅ്തികാഫിനെ പറ്റി എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എഅ്തികാഫിനെ പറ്റി ഒരിക്കൽ കിതാബിൽ നോക്കുന്ന സമയത്ത് ഒരു തമാശ കാണുകയുണ്ടായി. എഅ്തികാഫിൻ്റെ ഫള് പറയുന്നൊരു ഹദീസ് ഇങ്ങനെയാണ്: തൻ്റെ സഹോദരന് വേണ്ടി അധ്വാനിക്കലാണ് 10 വർഷം എഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. പൊതുപ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ പ്രയത്നങ്ങൾ, സോഷ്യൽ വർക്കുകൾ, ഇവയ്ക്കെല്ലാമാണ് 10 വർഷം എഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പ്രതിഫലമെന്ന്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് എഅ്തികാഫ് ഇരിക്കാൻ വരുമോ? എപ്പോഴും അവൻ്റെ 365 ദിവസങ്ങളും അവൻ്റെ വർഷത്തിലെ ഓരോ ദിവസങ്ങളും അവൻ ആവാൻ ശ്രമിക്കുക ജനങ്ങളുടെ സേവനത്തിലല്ലേ? എങ്കിൽ ഇതിലുള്ളൊരു ട്വിസ്റ്റ്, ഇതെല്ലാം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതെല്ലാം കേട്ടറിഞ്ഞ സഹാബത്ത് റളിയല്ലാഹു അൻഹും, ഇവരെല്ലാം എഅ്തികാഫ് ഇരുന്നിരുന്നു. വർഷം മുഴുവൻ, ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആൾ, പൊതുപ്രവർത്തകർ, ഇവരെല്ലാവരും എഅ്തികാഫ് ഇരുന്നേ പറ്റുള്ളൂ. കാരണം വർഷം മുഴുവനുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ബാലൻസ് ചെയ്യാനുള്ള ചില ദിവസങ്ങളാണിത്. അന്ന് എല്ലാം ഒഴിവാക്കണം. എന്നും ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം നിൽക്കുന്ന ആളുകൾ, ജനങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാത്രം അമലുകൾ ചെയ്യുന്ന ആളുകൾ, ജനങ്ങളില്ലാതൊരു ദിവസം, ആരും കാണാതെ, ആരും കാണുന്നതിന് ഗൗനിക്കാതെ, ജനങ്ങളുടെ നോട്ടത്തെ ഗൗനിക്കാതെ റബ്ബിൻ്റെ നോട്ടത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ദിവസം, ഇതെല്ലാമാണ് എഅ്തികാഫ്. ഇതിന് നമ്മൾ ഇരുന്നേ പറ്റുള്ളൂ. 3 or 4 അല്ല, റമദാനിൻ്റെ അവസാന 10 കഴിയുന്ന ആളുകളെല്ലാം എഅ്തികാഫ് ഇരിക്കണം. അന്ന് നമ്മളുടെ പുറം നിശ്ചലമായിരിക്കും. പുറമേയുള്ള പലരുടെയും അഭിപ്രായങ്ങൾ ഇനി നമുക്ക് അഭിപ്രായമല്ല. റബ്ബെന്നെ നോക്കുന്നുണ്ടോ? എൻ്റെ കാര്യങ്ങൾ എന്നെ പടച്ച എൻ്റെ റബ്ബിന് ഇഷ്ടമാവുന്നുണ്ടോ? അവന് എന്നോട് തൃപ്തിയുണ്ടോ? എന്നുള്ള പല നോട്ടങ്ങളുടെയും, എന്നുള്ള പല ചിന്തകളുടെയും സമയം, അതാണ് എഅ്തികാഫ്.